ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന ഈ ഫോട്ടോ എങ്ങനെ റീക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫോട്ടോഗ്രാഫി സ്ട്രോം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം ഐ ഡി എടുത്തൊരു പിക്കാണ്. അപ്പോൾ അവരുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഫോട്ടോ മെയിനായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതായത് ഒരു പിക്സാർട്ട് പിന്നെ ലൈറ്റ്റൂമാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ സ്നാപ്സീഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ കുറേ പേർക്ക് ഒരു തെറ്റുകാരനുണ്ട്, അതായത് ഈ മൂന്നിലിട്ട് എഡിറ്റ് ചെയ്യാൻ അങ്ങനെ ക്ലാരിറ്റി കുറയുമെന്ന്. അതായത് മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിൽ അതിൻ്റെ ക്ലിയർ കുറയുമെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷേ ഈ സ്നാപ്സീഡിലും ലൈറ്റ് റൂമിലൊക്കെ ഇട്ട് ഒറിജിനൽ ക്വാളിറ്റി തന്നെയാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ ക്ലിയറും കാര്യങ്ങളൊന്നും കുറയില്ല. അപ്പോൾ വേണമെങ്കിൽ സ്നാപ്സീഡോട് യൂസ് ചെയ്യാം, കാരണം ഇതിനകത്ത് ലൈറ്റ് മെയിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് ശരിയാക്കണമെങ്കിൽ വേണമെങ്കിൽ സ്നാപ്സീഡ് ഒന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മതി ഈ ഫോട്ടോ എടുക്കാൻ. സോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ, കാരണം ഇതേ കൂട്ട് അടിപൊളി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഫോട്ടോ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറയാം. അപ്പോൾ ഈ ഫോട്ടോയിൽ നമുക്ക് ആദ്യം അതായത് മെയിൻ സബ്ജക്റ്റ് ആട്ടോ, അതായത് ആ തീ പൊങ്ങുന്നവരാണ് മെയിൻ സബ്ജക്റ്റ്. രണ്ടാമതായിട്ട് മെയിൻ എന്ന് പറയുമ്പോൾ ആ കയ്യിൽ വന്നേക്കുന്ന വെട്ടാണ്. വെട്ടമില്ലെങ്കിൽ ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവില്ല. മൂന്നാമത് കുറച്ച് ഡാർക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നുള്ളൂ ഈ ഫോട്ടോ. അപ്പോൾ ഈ ഫോട്ടോ ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ കയ്യിലെ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ബൾബ് എടുക്കുക. അതായത് വീട്ടിലുള്ള സാധാ ഒരു ബൾബ് എടുക്കുക. അപ്പം പഴയ ബൾബാകുമ്പോൾ ഈസി ആയിരിക്കും, കാരണം കളർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, സെയിം കളറായിരിക്കും. ഞാനിപ്പോൾ സാധാ ഒരു ബൾബ് എടുത്തു, കണക്ട് ചെയ്ത് ലൈറ്റ് ഓൺ ആക്കി. അപ്പോൾ ബൾബ് കത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതായത് നമ്മൾ ഈ ഉദ്ദേശിച്ച ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആവും, അതായത് ഡാർക്ക് ആവും. ഇപ്പോൾ ഫോൺ ഉപയോഗിച്ചാലും ക്യാമറ ഉപയോഗിച്ചാലും ബൾബ് ലൈറ്റ് കത്താൻ തന്നെ അതിൽ ഫോക്കസ് ചെയ്യാൻ നേരം അതിൻ്റെ ചുറ്റുള്ളതൊക്കെ ഡാർക്ക് ആവും. അപ്പോൾ ഡാർക്കായി കിട്ടുമ്പോൾ അതിൻ്റെ ഇടയിൽ കൈ വെച്ച് കഴിഞ്ഞാൽ ഈ ബൾബിൻ്റെ റിഫ്ലക്ഷൻ കാരണം നമ്മുടെ കയ്യിൽ വെട്ടടിക്കും. അപ്പോൾ ആദ്യം ഇത്രയും കാര്യങ്ങളാണ് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് എഡിറ്റിംഗ് സ്റ്റെപ്പാണ്. എഡിറ്റിങ്ങിനായിട്ട് നമ്മൾ അതായത് പിക്സാർട്ടാണ്. ഇതിനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആംഗ്രി റെഡ് ബോൾ ആംഗ്രി ഇമേജസ് എന്നോ അല്ലെ ആംഗ്രി റെഡ് ബോൾ ഇമേജസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കിട്ടും. നമുക്കിത് സെർച്ച് ചെയ്താൽ തന്നെ പിക്സാർട്ടിൽ തന്നെ ഈ സംഭവമുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം. അതിന് മുന്നേ അതായത് നമ്മൾ ഈ ഫോട്ടോ എടുത്ത് കാണിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ എടുത്ത ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഈ ഫോട്ടോ എങ്ങനെ എടുത്തതെന്ന് വെച്ചാൽ ചുമ്മാ ലൈറ്റ് ഓൺ ആക്കിയിട്ട് അതായത് മൊബൈലോ അല്ലെങ്കിൽ ക്യാമറ കൊണ്ടുപോയിട്ട് അതിൻ്റെ മേലെ വെച്ച് ജസ്റ്റ് ഒന്ന് ഞെക്കി ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ എടുത്തു. ഇപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനി ഫോട്ടോ എടുത്ത് കാണിച്ചില്ല എന്ന് പറയണ്ട. അപ്പോൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമുക്ക് മെയിൻ എഡിറ്റിങ്ങിലോട്ട് പോകാം. സോ നമുക്ക് ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ സ്നാപ്സീഡിലേക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തു. ഇനി നേരെ ടൂൾസിൽ പോയിട്ട് അതായത് സെലക്റ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ജസ്റ്റ് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്ത് നമുക്ക് കൈൻ്റെ അവിടെ വെട്ടം കൂട്ടാൻ വേണ്ടി കൈൻ്റെ അവിടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് ജസ്റ്റ് ഒന്ന് വലിച്ചൊരു, ഞാനിപ്പോൾ ഒരു 50 ആ റേഞ്ചാണ് വെക്കുന്നത്. കണ്ടില്ലേ 46 ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് സേവ് ചെയ്യുക, അതായത് ടിക്ക് കൊടുത്തിട്ട് സേവ് ചെയ്യുക. ഫോട്ടോ നമ്മൾ പിക്സാർട്ടിലേക്ക് ആഡ് ചെയ്തു. ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി. അതിനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ടൂൾസിൽ പോയിട്ട് അതായത് സ്റ്റിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, എടുക്കുക. എടുത്തിട്ട് സെർച്ച് ചെയ്യുക, അതായത് ഫയർ ബോൾ എന്നാണ് സെർച്ച് ചെയ്യേണ്ടത്, അല്ലെ ഫയർ ബോൾ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫയറിന് സെർച്ച് ചെയ്യാണ്. ഫയറിന് സെർച്ച് ചെയ്യുമ്പോൾ താഴേക്ക് വന്നിട്ട് അതായത് നമ്മുടെ സ്റ്റിക്കർ ഇവിടെ കിടക്കുന്നതാണ്. ഇപ്പോൾ കുറച്ച് താഴേക്ക് കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ കറക്റ്റ് അതായത് സ്റ്റിക്കറും കാര്യങ്ങളും. അപ്പോൾ ഇതിങ്ങനെ സൈഡിലേക്ക് വെച്ചാൽ റെഡ് സേവ് ചെയ്ത് വെക്കുക. ഫയർ ബോളിന് അടിച്ചിട്ട് അതായത് സെർച്ച് ചെയ്യുക. കണ്ടില്ലേ കുറേ ബോളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഞെക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ എടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടില്ലേ നമ്മൾ സേവ് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം സെലക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോളാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്ത് നമ്മൾ ജസ്റ്റ് ചെറുതാക്കിയിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചു. കണ്ടില്ലേ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീണ്ടും സ്റ്റിക്കർ എടുക്കുക. അതായത് നമ്മൾ സേവ് ചെയ്ത അടുത്ത സ്റ്റിക്കർ എടുക്കുക. ഇത് രണ്ട് സെപ്പറേറ്റ് ആണെന്ന് അത് ലൈറ്റ് റൂമിൽ ചെയ്യുമ്പോൾ അറിയില്ല, കാണിച്ചു തരാം. അതായത് ഇപ്പം നമ്മൾ കറക്റ്റ് വെച്ചു, ഇപ്പോൾ കുറച്ച് വലുതാക്കി, എന്നിട്ട് കറക്റ്റ് റെഡി ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചു. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വെച്ചു കറക്റ്റ്. ഇനി റബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, റബ്ബ് എടുക്കുക. എന്നിട്ട് ഈ സൈഡുകളിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ ചെറുതായിട്ട്, അതായത് നമ്മൾ രണ്ടാമത് വെച്ചില്ലേ, അപ്പോൾ അത് ചെറുതായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ലൈറ്റ് റൂമിൽ കയറ്റിയിട്ട് ചെറിയ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ വരുത്തിയാൽ നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലൈറ്റ് റൂമിലേക്ക് ആഡ് ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ നേരെ അതായത് ബേസിക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കോൺട്രാക്റ്റ് കൂട്ടി, അതേപോലെ ഹൈലൈറ്റ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു, അതായത് ആ വെട്ടം കൂടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഷാഡോ കുറച്ചു. ഇതേപോലെ നമ്മൾ വൈറ്റും കുറച്ച് കൊടുത്തു, ബ്ലാക്കും കുറച്ചു. വീണ്ടും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടോപ്പിൻ്റെ താഴെയുള്ള ടൂൾ എടുത്തിട്ട് അതിനകത്ത് താഴേക്ക് വന്നേരം കുറേ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തു. അതായത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത്
ഈ കൈയിൻ്റെ അടിയിൽ അതായത് കളർ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഒറിജിനാലിറ്റി തോന്നിക്കും. കാരണം നേരത്തെ ഇത് വൈറ്റ് ആയിരുന്നു, കണ്ടില്ലേ? ഇപ്പം നമ്മൾ കണ്ടില്ലേ കറക്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ടിക്ക് കൊടുക്കുക. അത് വേണമെങ്കിൽ കൂട്ടുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ടിക്ക് കൊടുത്ത് സേവ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഫോട്ടോൻ്റെ ക്ലാരിറ്റി കൂട്ടുകയാണ്. ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നേരെ മിക്സിൻ്റെ താഴെയുള്ള ഓപ്ഷൻ എടുത്തിട്ട് ക്ലാരിറ്റി കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുകയാണ്. ക്ലാരിറ്റി കൊടുത്താൽ ഫോട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെട്ടം വേണമെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫോട്ടോ റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഏകദേശ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് റീക്രിയേറ്റ് ഒക്കെ ചെയ്തിട്ട് എന്നെ ഒന്ന് മെൻഷൻ ചെയ്യുമോ, ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യുമോ, ടാഗ് ചെയ്യുമോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പറ്റുവാണെങ്കിൽ ഒന്ന് മെൻഷനോ ടാഗോ ഒക്കെ ചെയ്യാം. ഈ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ എടുക്കാൻ നേരം അതായത് വൈറ്റ് ഭിത്തിയിലോ അതായത് ബൾബ് ഊരി എടുക്കേണ്ട ആവശ്യമില്ല. ബൾബ് എവിടെയാണോ അതായത് വീട്ടിൽ എവിടെയാണോ ബൾബ് ഇരിക്കുന്നത് ജസ്റ്റ് സ്വിച്ച് ഒന്ന് ഓൺ ആക്കുക, എന്നിട്ട് കൈ പോയി വെച്ചാൽ മതി. അതായത് അത് ഡാർക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഊരിയിട്ടൊന്നും കൊണ്ടുപോയി അതായത് സെറ്റപ്പ് ഒന്നും ആക്കണ്ട ബാക്ക്ഗ്രൗണ്ടൊന്നും. അപ്പോൾ ഇത്രയും മതി. ഡാർക്ക് ഓട്ടോമാറ്റിക്കലി ആവും. മൊബൈലിൽ ഞാൻ എടുത്തു, ക്യാമറയിൽ എടുത്താണ്. അപ്പോൾ എങ്ങനെയായാലും ഡാർക്ക് ആവും. കാരണം ലൈറ്റിൽ ഡാർക്ക് ആവാതിരിക്കില്ല. അപ്പോൾ ഡാർക്ക് ആവും. ലൈറ്റ് ഓൺ ആക്കാൻ നോക്കണം. ലൈറ്റ് ഓൺ ആക്കാതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെറുതെ ആയിപ്പോവും. അതായത് ഈ ഐഡിയ വെറുതെ ആയിപ്പോവും, കയ്യിൽ വെട്ടം വരില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. സോ ഇതിനും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.